നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ രാജ്യത്തെ LPG വിതരണം പഴയ നിലയിലായെന്ന് പറയാറായിട്ടില്ല. അതിനിടയിൽ ഇപ്പോഴത്തെ ഓഗസ്റ്റ് 15 മുതൽ പുതിയ LPG മാറ്റങ്ങൾ വരുന്നു. ഈ മാറ്റങ്ങൾ നിലവിലെ ഗാർഹിക കണക്ഷനുകളെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം മൂലം കഴിഞ്ഞ കുറച്ചു മാസങ്ങളിലായി രാജ്യത്ത് LPG പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുകയാണ്. ഹോർമുസ് പാതയിലൂടെയുള്ള ആശങ്ക ഇപ്പോഴും മാറിയിട്ടില്ല. അതിനാൽ തന്നെ പ്രതിസന്ധികൾക്കിടയിൽ രാജ്യത്തെ LPG വിതരണം പഴയ നിലയിൽ ആയെന്ന് പറയാറായിട്ടില്ല. സിലിണ്ടർ വിതരണത്തിൽ ഇപ്പോഴും നിയന്ത്രണങ്ങൾ തുടരുകയാണ്. അതേസമയം രാജ്യത്തെ വർഷങ്ങൾ പഴക്കമുള്ള LPG രീതികളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് സർക്കാരും എണ്ണക്കമ്പനികളും. അതെ, നിങ്ങളുടെ കൈവശമുള്ള പഴയ ഇരുമ്പ് സിലിണ്ടറുകൾക്ക് പകരം പുതിയ സിലിണ്ടറുകൾ എത്തിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതായത് 14 കിലോഗ്രാം സിലിണ്ടറിനു പകരം 10 കിലോയുടെ പുതിയ സിലിണ്ടറുകൾ എത്തും. കഴിഞ്ഞ ദിവസം ഇത്തരം സിലിണ്ടറുകളുടെ വിതരണത്തിനായി HPCL, സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ധാരണയിലെത്തിയിരുന്നു. നിലവിലെ LPG നിയമങ്ങളിൽ മാറ്റത്തിന് ഒരുങ്ങുന്നത് ഭാരത് ഗ്യാസ് ആണ്. ഈ പുതിയ നിയമങ്ങൾ 2026 ഓഗസ്റ്റ് 15 മുതലാണ് പ്രാബല്യത്തിൽ വരുമെന്ന് പറയുന്നത്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് LPG ഉപഭോക്താക്കൾക്കായി അവതരിപ്പിച്ച ഏറ്റവും പുതിയ പ്രീമിയം സേവനമാണ് ഭാരത് ഗ്യാസ് ലൈറ്റ് സിപ്പ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, പുതിയ മാറ്റങ്ങൾ നിങ്ങളുടെ നിലവിലെ ഗാർഹിക കണക്ഷനുകളെ എങ്ങനെ ബാധിക്കുമെന്ന്. എന്നാൽ ആശങ്ക വേണ്ട, അത് ഒരു തരത്തിലും ബാധിക്കുകയില്ല. കാരണം ഇൻസ്റ്റന്റ് കണക്ഷനും എക്സ്പ്രസ് ഡെലിവറിയുമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. പുതിയ LPG കണക്ഷൻ മിനിറ്റുകൾക്കുള്ളിൽ ലഭിക്കും. കൂടാതെ ഗ്യാസ് സിലിണ്ടറുകൾ അതിവേഗത്തിൽ നിങ്ങളുടെ വീടുകളിൽ ലഭിക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഭാരമേറിയ 14 കിലോഗ്രാം ഇരുമ്പ് സിലിണ്ടറുകൾക്ക് പകരം ഭാരം കുറഞ്ഞതും തുരുമ്പെടുക്കാത്തതുമായ 10 കിലോ പ്രീമിയം ഭാരത് ഗ്യാസ് ലൈറ്റ് കോമ്പോസിറ്റ് സിലിണ്ടറുകളാകും നിങ്ങൾക്ക് ലഭിക്കുക. മാത്രമല്ല, സിലിണ്ടറിനുള്ളിലെ ഗ്യാസിന്റെ അളവും ഉപഭോക്താക്കൾക്ക് തന്നെ മനസ്സിലാകുന്ന തരത്തിലാണ് ഇവയുടെ നിർമ്മാണം. അത്തരത്തിൽ സുതാര്യമായ ബോഡിയും ഉയർന്ന സുരക്ഷയും കൈകാര്യം ചെയ്യാനുള്ള എളുപ്പവും ഈ പുതിയ സിലിണ്ടറുകളുടെ പ്രത്യേകതകളാണ്. ഈ പദ്ധതിയുടെ ആദ്യഘട്ടം ഇതിനോടകം തന്നെ മുംബൈയിലെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. വരുന്ന ഓഗസ്റ്റ് 15 രാജ്യത്തെ 24 സംസ്ഥാനങ്ങളിലേക്ക് പദ്ധതി എത്തിക്കാനാണ് ശ്രമം. അതിനാൽ തന്നെ കേരളത്തിലെ പ്രധാന നഗരങ്ങളിലും അതിവേഗം ഘട്ടം ഘട്ടമായുള്ള പദ്ധതി വിപുലീകരണം പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.